ഇന്ന് ഞങ്ങൾ കുറച്ച് മട്ടൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൺഡേ ആണ്. അപ്പോൾ എപ്പോഴും ചിക്കന് പിന്നെന്താ ബീഫ് പോർക്ക് അങ്ങനെയുള്ളതാണല്ലോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞങ്ങൾ മട്ടൻ വെച്ചിട്ട്. അത് മാത്രമല്ല പിള്ളേർ കഴിക്കുമെന്ന് അറിയില്ല. അവർ മൂത്തം കഴിക്കും, ചെറിയ ആൾക്ക് സംശയമാണ്, അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കണേ. അപ്പോൾ മട്ടൻ വാങ്ങിയതാണ്. നന്നായിട്ട് ഞങ്ങൾ കഴുകി നന്നായി ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് നാരങ്ങയുടെ നീരും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അത് കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് ഭാഗം ഇപ്പോൾ കാണണമല്ലോ. അപ്പോൾ നന്നായി കഴുകി വര വെച്ച് എടുത്തതാണ്. പിന്നെ കുക്കറിലിട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഐറ്റംസുകൾ ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്നിട്ട് ഉള്ളി, സബോള എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. അതിൽ ഒക്കെ ഇട്ടിട്ട് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മറ്റേ മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് വേണം ഞരണ്ടിയിട്ട് അങ്ങനെ എടുക്കാനായിട്ട്. കൈ കൊണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി കൈ വെച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞത് പെരിഞ്ജീരകമായിരുന്നു. പെരിഞ്ജീരകം എനിക്ക് മസ്റ്റാണ്. എല്ലാ നോണിലും ഞാൻ പെരിഞ്ജീരകം നന്നായിട്ട് ഇടും കേട്ടോ. എന്നിട്ട് ആ പെരിഞ്ജീരകം ഇട്ടു. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ ഒരു വിസിലടിച്ചിട്ട് അത് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടൻ വെന്ത് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടത് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണാൻ മതിക്കുന്നെന്നാ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണത് വിൻസേണ്ണാണ്. ആൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ കഴിക്കാതിരിക്കുമ്പോൾ വേവ് കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് രക്ഷപ്പെടാമല്ലോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളിയാണ് അധികം ഇട്ടത്. മട്ടനിൽ നമ്മൾ അധികം ഉള്ളിയാണ് ഇടേണ്ടത്. പിന്നെ കുറച്ച് സബോള ഇട്ടു കൂട്ടാം. നന്നായി വേണ്ടി വന്ന ശേഷം വീണ്ടും നമ്മുടെ സാധാ പഴയ മസാല തന്നെ, മറ്റേ മഞ്ഞൾപ്പൊടി, മുളക്, മല്ലി, പിന്നെ മസാലപ്പൊടി ഒക്കെ ഇടുക. ഇത് വഴണ്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇടുക കേട്ടോ. അതിൽ അത് നന്നായി വഴറ്റിയിട്ട് നമ്മുടെ മട്ട അതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുരുമുളക് പൊടി അങ്ങോട്ട് വെതറുക. മട്ടനിൽ അറിയാമല്ലോ കുരുമുളക് പൊടി നന്നായിട്ട് ഇടണം. അതാണ് അടിപൊളി. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി അധികം ഇടാം. അതിന് ശേഷം എന്താ ബിരിയാണി മട്ടൻ വാങ്ങിച്ചപ്പോൾ പിന്നൊരു ഐഡിയ തോന്നിയതാണ് മട്ടൻ ബിരിയാണി ആക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചു. പാത്രം എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പം കൂടുതലാണ് കേട്ടോ. ഞങ്ങളുടെ ചെറിയ അടുക്കളയാണ്. അപ്പോൾ ഈ പാത്രം ഞങ്ങൾക്ക് ഇത്തിരി വലിപ്പം കൂടുതലാണ്. മറ്റേ 1 കിലോ അരിക്കൊക്കെ ഇത്ര വേണ്ട. ഞങ്ങൾ നല്ലോണം വെക്കാനായിട്ട് ഇങ്ങനെ ഒന്നിച്ചായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പാത്രം തികയാണ്ട് വരരുതല്ലോ. അതുകൊണ്ട് അങ്ങനെ വെച്ചത്. എന്നിട്ട് ഞാൻ എണ്ണയും ഓയിലും നെയ്യും കൂടിയിട്ട്, സൺഫ്ലവർ ഓയിലും നെയ്യും കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടാണ് നമ്മുടെ സ്പൈസ് മറ്റു സാധനങ്ങളൊക്കെ അതിലിട്ടോക്കണത്. മറ്റേ ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതിലിട്ടോക്കണത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതിലിട്ടു. പിന്നെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് എത്ര ഗ്ലാസ്സാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കറിയാമല്ലോ, അത് വെച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പറഞ്ഞാൽ 1 മിനിറ്റ് ഉപ്പ് മുന്നിൽ നിൽക്കണം. അതിൽ നിന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അളവിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ബാക്കി നമ്മുടെ അരി കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇത്തിരി മിനിസം മുന്നിൽ നിൽക്കണം ഉപ്പ്. എന്നാലും നമ്മുടെ അരിക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇതാവുള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഞാൻ ഇടയിലൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും കൂടി ഇത് ഇളക്കി കറക്റ്റ് നമ്മുടെ വെള്ളവും ഉപ്പും ഒക്കെ കറക്റ്റായിരുന്നു നമ്മുടെ ചോറിൽ. ശേഷം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂട്ടിയിട്ട് വറക്കണം. ഞങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്തിരി കൂടുതലിടും ബിരിയാണിക്ക്. പിള്ളേരുള്ള കാരണം അവർക്കത് ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് ഞാൻ കൂടുതൽ വറുത്തിടും കേട്ടോ. ശേഷം അതാ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി. ഇനി നമുക്ക് കഴിക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഞാൻ വിളമ്പാണ്. തിരിച്ച് എടുത്ത് വിളമ്പിയിട്ട് അതിലേക്ക് ഞാൻ നട്ട്സൊക്കെ ഇട്ട് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. ഇങ്ങനെ വിളമ്പുമ്പോൾ ഇത്തിരി ഒരു സ്റ്റൈലിൽ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മട്ടൻ ഇട്ട് കൊടുത്തു. സർലാസ് ഞാൻ അതിനിടയിൽ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സർലാസും കൂടി ഒഴിച്ചു. ഇനി ഇതങ്ങോട്ട് കഴിക്കുക. ആഹാ, സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നമുക്കറിയായിരിക്കും എല്ലാവർക്കും ഒരുവിധം. ഇപ്പോൾ എല്ലാവർക്കും ബിരിയാണിയിലും മട്ടൻ കറിയിലും ഒക്കെ വെക്കാറിയാലോ. അപ്പോൾ നമുക്ക് കഴിക്കട്ടെ. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.